ഷെലീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കൂട്ടുകാരെ, നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്ന ഒരു അച്ചാറാണ്, കടുമാങ്ങ അച്ചാർ. ഇത് പെട്ടെന്ന് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്ന അച്ചാറാണ്. അപ്പോൾ ഈ അച്ചാർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. പോവാം നമുക്ക് വീഡിയോയിലേക്ക്. ഇന്ന് കുറച്ച് മാങ്ങ പറിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ വീട്ടിലുണ്ടായ മാങ്ങയാണ്. ഇത് കുറച്ച് നമ്മുടെ മൂവാണ്ടനാണിത്, ഒരു 5 എണ്ണം മൂവാണ്ടനാണ്. പിന്നെ വേറൊരു മാവിലുണ്ടായ മാങ്ങയാണ്. ഇതിൻ്റെ പേരെനിക്കറിയില്ല. നല്ല ടേസ്റ്റുള്ള മാങ്ങയാണിത്. ഒരു 1.5 കിലോ ഉണ്ട്. ഇത് നമ്മൾക്കൊരു അച്ചാറുണ്ടാക്കാം. നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം. മാങ്ങ കഴുകി വൃത്തിയാക്കി നന്നായിട്ട് വെള്ളമൊക്കെ തുടച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. മാങ്ങ ഒന്ന് അരിഞ്ഞെടുക്കാം. രണ്ട് വശം ഇങ്ങനെ പൊളിച്ചെടുക്കാം. നമുക്കൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ നീളത്തിലൊന്ന് അരിയാം. ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഈ ഒരു ലെവലിൽ നമുക്കിങ്ങനെ അരിഞ്ഞെടുക്കാം. ചെറിയ കഷ്ണങ്ങളാക്കാം. ഈ ഒരു ലെവലിലാണ് നമ്മൾ അരിയുന്നത്. കണ്ടോ, അതുപോലെ നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് അരിഞ്ഞെടുക്കാം. നമ്മൾ 2 സൈസ് മാങ്ങ എടുത്തു. നമ്മൾ ഒരെണ്ണം ആദ്യം മൂവാണ്ടൻ അരിഞ്ഞു. ഇത് മറ്റേ മാങ്ങയാണിത്. നമുക്ക് പെട്ടെന്ന് സദ്യക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അച്ചാറാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, കടുമാങ്ങ അച്ചാർ. കടുമാങ്ങ അച്ചാർ തന്നെ നമുക്ക് 2 രീതിയിലുണ്ടാക്കാം. കണ്ണിമാങ്ങ കൊണ്ട് നമുക്ക് ഉണ്ടാക്കാം. ഇങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അത് കുറേ ദിവസം നമ്മൾ വെച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ തന്നെ സദ്യക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു അച്ചാറാണ് നമ്മൾ കാണിക്കുന്നത്. നമുക്ക് ചെനച്ച മാങ്ങ അരിഞ്ഞെടുക്കാം. കൈ മുറിയാണ്ട് സൂക്ഷിച്ച് അരിഞ്ഞെടുക്കണം കേട്ടോ. ഇതുപോലെ അരിഞ്ഞെടുക്കാണ്ട് ലേശം മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മാങ്ങ ഒന്ന് സോഫ്റ്റായി കിട്ടും കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പം. നമുക്ക് അച്ചാറുണ്ടാക്കി തുടങ്ങാം. നമ്മൾ അച്ചാറുണ്ടാക്കാനായിട്ട് നമുക്ക് കടുക് വറുത്തെടുക്കാം. നമ്മൾ കടുക് മാങ്ങയാണ് ഉണ്ടാക്കുന്നത്. 2 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നമുക്കൊന്ന് വറുത്തെടുക്കാം. നമ്മൾ 1.5 കിലോ മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. 1.5 കിലോ മാങ്ങ എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് അതിൻ്റെ മാങ്ങേൻ്റെയൊക്കെ പോകുമ്പോൾ കുറച്ച് കുറയും കേട്ടോ. നമുക്കൊരു 1.25 കിലോ ഒക്കെ ഉണ്ടാവുള്ളൂ. കടുകൊന്ന് പൊട്ടിയിട്ട് നമുക്കിതൊന്ന് ചൂടാറിയിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. നമ്മളൊരു 100 ഗ്രാം നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. കടുക് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കാം. കുഞ്ഞതായിട്ട് അരിച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഉള്ളി ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. തീ ഓഫ് ചെയ്തിട്ടുണ്ട്. അതിന് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. 2 ടേബിൾ സ്പൂൺ നമ്മുടെ എരിവുള്ള മുളക് പൊടി. ഒരു ടേബിൾ സ്പൂൺ കായപ്പൊടി. കുറച്ച് ഉലുവപ്പൊടി. ഒന്ന് തീ ഓഫ് ചെയ്തിട്ടുണ്ട്. മാങ്ങ ചേർത്ത് കൊടുക്കാം. കടുക് പൊടിച്ച് ചേർത്ത് കൊടുക്കാം. നമുക്ക്
നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ആവശ്യത്തിന് വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറിയൊരു ചൂടുണ്ട്. ഉപ്പ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ല പുളിയുള്ള മാങ്ങയാണ്. ഉപ്പും പുളിയൊക്കെ കുറവാണെങ്കിൽ നമ്മൾ കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ഉപ്പിനും പുളിക്കും അനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമുക്ക് ലേശം ഉപ്പ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ സദ്യക്കൊക്കെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണിത്, കടുമാങ്ങ അച്ചാർ. അപ്പം എല്ലാവരും ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കും. ഇനി നമുക്ക് വിഷുവൊക്കെ അല്ലേ വരുന്നത്. ഈ വക അച്ചാറുകളൊക്കെ നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ അത്യാവശ്യം നമ്മൾ കുറച്ച് ദിവസമൊക്കെ ഇരിക്കുന്ന ഒരു അച്ചാറാണിത്. ഇപ്പോൾ വെളിച്ചെണ്ണയിൽ നമ്മൾ ഉണ്ടാക്കുമ്പോഴാണ് പെട്ടെന്ന് ചീത്തായി പോവുക. ഇത് എണ്ണ ആയാലും നല്ലെണ്ണ ആയാലും കുറച്ച് ദിവസം ഇരിക്കും. ഇത് എപ്പോൾ വേണമെങ്കിലും ഇപ്പം തന്നെ ഉപയോഗിക്കാം. പക്ഷേ നാളേക്ക് എടുക്കുന്നതാണ് ടേസ്റ്റ്. നല്ല ടേസ്റ്റായിട്ടിരിക്കും. ഇപ്പോൾ ഉപ്പൊക്കെ ഒരുവിധം പിടിച്ചിട്ടുണ്ട്. നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ടാറ്റാ, ബൈ.